നീ ഓരോന്ന് ആലോചിക്കണ്ട. സിഹി എന്തായാലും സമ്മതിക്കും. രണ്ടാളും കൂടി അടുക്കളയിൽ ഇതെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അതൊന്നുമില്ലമ്മേ, ഞാൻ എന്തായാലും കല്യാണം കഴിക്കാണല്ലോ. അപ്പൊ പിന്നെ സീതയ്ക്ക് ഒരു കല്യാണം നോക്കിയാലോ? എങ്ങനെയുണ്ടാവും? സീമോളെ, ഇവിടെ വാ, കഥ പറഞ്ഞു തരാം. വേണ്ട മുത്തശ്ശി, ഞാൻ കളിക്കാൻ പോവാ. അയ്യോ, ഇവൾക്കിത് എന്തു പറ്റി? പ്രേമ, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, വാ, വരൂ. സോ സോറി സീത. സിഹി കല്യാണക്കാര്യം പറയുമ്പോഴേ ഇത്രയ്ക്ക് അപ്സെറ്റ് ആവുന്നുണ്ടോ? അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്റെ റാമിന്റെ കാര്യത്തില് അവളൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. അവളുടെ മുന്നിൽ വെച്ച് ഇതൊന്നും സംസാരിക്കണ്ട. അവളെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്കതിന് എത്ര സമയം വേണോ അത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തോളാം. സീത, നിന്റെ കൂടെ ഞാനും ഉണ്ടടി. സിഹിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം. നീ വിഷമിക്കണ്ട. താങ്ക്സ്. ആരുടെ മെസ്സേജാ? മുഖത്തെ ചിരിയൊക്കെ കാണുമ്പോ റാമിന്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ചെഞ്ചീര കൊണ്ടുണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യാൻ തരുമോന്നാ ചോദിക്കുന്നേ. ഈ സിഹി വാശി പിടിക്കുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും പ്രിയ. പക്ഷേ ഈ റാമുണ്ടല്ലോ, സിഹിയേക്കാൾ കുറച്ച് കൂടുതലാ. പാവം, അവനായിട്ട് ചോദിച്ചതല്ലേ, ഒന്ന് ഉണ്ടാക്കി കൊടുക്ക്. എനിക്കെങ്ങനെ പാചകം അറിയായിരുന്നെങ്കിൽ എല്ലാരെയും ഉണ്ടാക്കി ഞാൻ തീറ്റിച്ച് മടുത്തേനെ. ഒന്ന് ഉണ്ടാക്കി കൊടുക്കടി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി അയാളുടെ വീട്ടിലയക്കണോ? ആ, ആക്ച്വലി ഗുഡ് ഐഡിയ. ഡെലിവറി ചെയ്യുന്നവർക്ക് ഒരു ഉപകാരമാവില്ലേ? ചെയ്തു കൊടുക്ക്. ഉണ്ടാക്കി കൊടുക്കടി പാവം. ഗുഡ് ഗേൾ. അപ്പൊ ഞാൻ സിഹിയുടെ കൂടെ ഉണ്ടാവും. ഹാപ്പി കുക്കിംഗ്. വേഗം ഉണ്ടാക്ക്. എത്ര കാലമായിട്ട് ഞാൻ പാചകം ചെയ്യുന്നതാ. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടാക്കണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി റാമിന് അയച്ചു കൊടുത്താ ഞാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു കഴിക്കും. അഥവാ അതവൻ ഇഷ്ടമായില്ലെങ്കിലോ? അവനോട് ചോദിച്ചാൽ അവൻ എന്താ ഇഷ്ടമെന്ന്. Gentleman, can I get back to you on this in some time? Okay, fine. ഹലോ റാം, ബിസി ആയിരുന്നോ? ഒരു ബിസിനസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ ഓൾവേസ് ഹാവ് ടൈം ഫോർ യു. ടെൽ മീ. റാം, നിനക്കെന്താ ഇഷ്ടം? വാട്ട്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നേ? എനിക്ക് എന്താണ് ഇഷ്ടമെന്നൊക്കെ? നിന്നെ എനിക്കിഷ്ടാ. സീതാന്ന് വെച്ചാ എനിക്ക് ഒരുപാട് ഇഷ്ടാ. സീരിയസ്ലി, ഇത് കൺഫേം ചെയ്യാനാണോ ഇപ്പൊ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചേ? റാം, നിനക്ക് എന്താ ഇഷ്ടം എന്നാ ഞാൻ ചോദിച്ചത്, ആരെ ഇഷ്ടം എന്നല്ല. അല്ല, പെട്ടെന്ന് എന്താ നിനക്ക് സംഭവിച്ചത്? നീ ഇതുവരെ എന്നോട് ഇങ്ങനൊന്നും സംസാരിച്ചില്ലല്ലോ. പക്ഷെ എന്നാലും നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഐ ലൈക്ക് ടു വർക്ക്, ഐ ലൈക്ക് ടു ട്രാവൽ, എക്സ്പ്ലോറിംഗ് പ്ലേസസ്. അത് നിന്റെ കൂടെയാണ് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഫ്രീ ആകുമ്പോ ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഈ ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ പഠിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പ്ലേ സ്റ്റേഷനിൽ കളിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഗെയിം WWE. പിന്നെ എനിക്ക് ബൈക്കിനോട് താല്പര്യമില്ല, എനിക്കിഷ്ടം കാറാണ്. പിന്നെ സ്വിറ്റ്സർലൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പല്ലേ അവിടെ. അവിടെ സ്കേറ്റിംഗ് ചെയ്യാൻ നല്ല രസമല്ലേ? റാം, ദിസ് ഇസ് റാം ഓൺലി. ടെൽ മീ വാട്ട്സ് അപ്പ്. നിനക്ക് കഴിക്കാൻ എന്താ ഇഷ്ടം എന്ന് പറ. അതാണോ? I like this tom yum soup from Thailand. I like Japanese sushi, പിന്നെ Greek salad, then Italianly lasagna, some pastas, and also I like this what's that pizza, pepperoni pizza. Oh, my favorite. പിന്നെ അവക്കാഡോ വിത്ത് ഗുവാക്കാമോളി കഴിച്ചിട്ടുണ്ടോ നീ? ശരി, എന്നാ പിന്നെ നിന്റെ ജോലി നടക്കട്ടെ. ഏയ്, ഇതെന്താ? നീ ചോദിച്ചോണ്ടല്ല ഞാനിങ്ങനെ ഉത്തരം പറഞ്ഞത്. പിന്നെന്തിനാ ദേഷ്യപ്പെടുന്നേ? ദേഷ്യം എന്തിനാന്ന് ചോദിച്ചാ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ എത്ര ടേസ്റ്റിയാ.
അതിൽ നിനക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊന്നുമില്ലേ? ഹേ, ഒരുപാടുണ്ട്. ഞാൻ പറയാൻ നീ എഴുതിക്കോ. ഇനി ഒന്നും വേണ്ട, നീ നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. ഇതെന്താ മേഡവിനെന്തോ റോങ് റൂട്ടിൽ തന്നെയാണല്ലോ. എനിവേ, എന്റെ കാര്യം വിട്. നിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാന്ന് പറ. എന്റെയോ? സിഹി കഴിച്ചതിന്റെ ബാക്കി. അമ്മമാർക്കെല്ലാം ഇതേ കഥയാണ് റാം. മക്കള് വാശി പിടിച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ, കോഴി തിന്നുന്നത് പോലെ 2 കഷ്ണം കഴിക്കും, പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. അതൊക്കെ കഴിച്ചു തീർക്കേണ്ടത് ഈ അമ്മമാരാ. ശരി, ഇപ്പൊ ഇത് പറ റാം, ശരിക്കും നിനക്ക് ചെഞ്ചീര കൊണ്ടുള്ള മെഴുക്കുവരട്ടി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴെനിക്ക് ആ ചോദ്യം മനസ്സിലായത്. സോ തനിക്കിപ്പോ എനിക്ക് ഫുഡ് കൊടുത്തയക്കണം, അതുകൊണ്ടാ ഇപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചത് അല്ലേ? സ്നേഹത്തോടെ നീ എന്ത് കൊടുത്തയച്ചാലും ഞാനത് മനസ്സറിഞ്ഞ് കഴിക്കും. നീ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളം വന്നിട്ടുണ്ട്. ഐ കാൻ വെയിറ്റ്. എത്രയും വേഗം കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, ഞാൻ കൊടുത്തയക്കാം. ബൈ. എന്താ സീതമ്മ, എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുവാണോ? ഭക്ഷണത്തിന്റെ മണം പിടിച്ചിട്ട് വിശപ്പ് കൂടി വരുമോ സീത? എന്താ മോളെ വിശേഷിച്ച്? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ലമ്മേ, എന്നത്തെ പോലെ. പരിപ്പ് കൊണ്ടൊരു കറി, ചെറുപയർ പായസം, കുറച്ച് രസം, പിന്നെ ചെഞ്ചീര മെഴുക്കുവരട്ടിയത്. പ്രിയമാൻറ്റി വന്നതല്ലേ, പിന്നെ എന്റെ സ്വന്തം പ്രിയയുടെ കല്യാണം കൂടിയല്ലേ, അതുകൊണ്ടാ. സീതമ്മ, എനിക്ക് നല്ല മാങ്ങാച്ചാർ ഉണ്ടാക്കി തരാന്ന് സീതമ്മ പറഞ്ഞില്ലേ? അതും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പുളിയും നല്ല എരിവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സീതയ്ക്ക് എന്തൊരു കൈപുണ്യാണെന്നോ, നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഓയ്, ഡെലിവറിക്ക് ആളെ വിളിക്കട്ടെ? വിളിക്ക്. അതെന്താ മിസ്റ്റർ രുദ്രപ്രതാപ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നീന്ന് മറച്ചു വെച്ചത്? ഞാൻ മറച്ചു വെച്ചെന്നോ? ഏത് കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്? നിന്റെ പ്രേയസിക്ക് ഓൾറെഡി ഒരു മകളുണ്ടെന്ന കാര്യം, അതിനെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞേയില്ല. അതെ, ഒരു മകളുണ്ട്. പക്ഷെ ആ കൊച്ചിനൊരു അച്ഛനില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. കൊച്ചുണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു അച്ഛനും കൂടി ഉണ്ടാവണല്ലോ. അവൻ ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ്, ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തുപോയോ? എനിക്കറിയില്ല. വാട്ട്? അറിയില്ലെന്നോ? അല്ലടോ, അവളെ നീ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു നടന്നതല്ലേ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാതെ കല്യാണം കഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ആ കുഞ്ഞിനെ ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് ആവശ്യമുണ്ടായിരുന്നത് സീതയെ മാത്രമാണ്. നിനക്ക് സീതയെ വേണം, എനിക്കോ എന്റെ വീട്ടിലെ കുട്ടി ഏതെങ്കിലും ഒരു കൊച്ചിന്റെ തന്തയാവണമെന്നില്ല. അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. സീതയും രാമനും കല്യാണം കഴിക്കണമെന്ന് കരുതിയാൽ മാത്രം കല്യാണം നടക്കില്ല. ആ മകളും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. അതിനെല്ലാം തടസ്സം നിൽക്കാൻ ഈ രുദ്രപ്രതാപ് ഇവിടെയുണ്ട്. ഗുഡ്. നിന്റെ ശ്രമങ്ങളൊക്കെ കുറച്ച് സ്പീഡിലാക്കിയേക്ക്. എത്രയും പെട്ടെന്ന് ആ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. അതെന്തിനാ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? എന്താ പ്രയോജനം എന്നോ?
ആ കൊച്ചിന്റെ തന്തയുടെ മുമ്പില് മറ്റൊരാൾ കെട്ടുന്ന താലി സ്വീകരിക്കോ നിന്റെ സീതാമാത? പറ. ശ്രീറാം ദേശായിക്ക് ഒരു ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു. ഞാനാ ശ്രീറാം ദേശായി. ഇതാ സർ. താങ്ക് യു. റാം, വാ ഭക്ഷണം കഴിക്കാം. ഇന്ന് ഞാൻ നിന്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിക്കാൻ നിന്റെ റൂമിലേക്ക് വന്നപ്പോ നീ അവിടെ ഉണ്ടായിരുന്നില്ല. വാ, ഞാൻ എടുത്തു തരാം, കഴിക്കാൻ നോക്ക്. ഇറ്റ്സ് ഓക്കെ മേമ, എനിക്ക് കഴിക്കാൻ വേണ്ട. നിങ്ങൾ കഴിച്ചോ. താങ്ക്സ്. എന്താ നിന്റെ കയ്യില്? ഒന്നുമില്ല മേമ, സംതിങ് പേഴ്സണൽ. Wow, amazing. Thank you so much, സീത. ആദ്യം മെസ്സേജ് ഇട്ടേക്കാം. വേണ്ട വേണ്ട വേണ്ട. ജസ്റ്റ് റിസീവ്ഡ് യുവർ ലവ്. താങ്ക് യു. സീത, യു ആർ ദ ബെസ്റ്റ്. ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് ചെഞ്ചീര കൊണ്ടുള്ള ഫുഡ് മതിയെന്നാ. എന്നിട്ട് നീ എനിക്ക് എന്തുമാത്രം വെറൈറ്റിയാ കൊടുത്തു വിട്ടേക്കണേ. ഇതൊക്കെ ഞാനിനി എപ്പോൾ കഴിച്ച് തീർക്കാൻ എൻ്റെ ഭഗവാനെ. അതിനു മുമ്പ് എനിക്ക് ആദ്യം നിന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കണം. ഹലോ സീത, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നിന്റെ ഒരുപാട് വെറൈറ്റി ഫുഡ് കിട്ടി ഇവിടെ. താങ്ക് യു. ശരി, കഴിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. യാ, ഐ കാൻ വെയിറ്റ്. ഏയ്, നീ ആരും കഴിച്ചോ? വീട്ടില് കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം. അത് പിന്നെ നീ കൊടുത്തുവിട്ട ഭക്ഷണം നോക്കുമ്പോ നീ തന്നെ എന്റെ ഓപ്പോസിറ്റ് വന്നിരുന്ന് എനിക്ക് വിളമ്പി തരുന്നൊരു ഫീൽ എനിക്കുണ്ട്. ദിസ് ഇസ് വെരി സ്പെഷ്യൽ ടു മീ സീത. നിന്റെ സ്നേഹം മുഴുവൻ നീ ടിഫിനിലാക്കി എനിക്ക് അയച്ചല്ലോ. ഇതെല്ലാം കഴിച്ചെന്റെ വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞോന്നേ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലേ ഭക്ഷണത്തിന്റെ ചൂട് മൊത്തം ആറിപ്പോ. ഇനി എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നേ? യാ, പക്ഷേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ആവി പറക്കുന്ന പരിപ്പ് കറി, ആഹാ എന്താ ഒരു മണം. പിന്നെ ചീര കൊണ്ടുള്ള എന്തോ നെക്സ്റ്റ് ലെവൽ. ഹേയ്, രസമുണ്ടല്ലോ. സോ ഗുഡ് യാർ സീത. പായസം എന്റെ ഫേവറേറ്റ്. വാവ്, മാർവലസ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എവിടുന്നാ തുടങ്ങണ്ടേന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നീ തന്നെ പറ, എവിടുന്നാ ഞാൻ തുടങ്ങണ്ടേന്ന്. ഓരോന്നായി സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോ. ആണോ? എന്നാ ശരി. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. എൻജോയ് യുവർ മീൽ.
ഭക്ഷണം കൊടുത്തയച്ചാ റാം ഇത്രയും സന്തോഷിക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. താങ്ക്സ് പ്രിയ. എല്ലാ ഫുഡും സൂപ്പർ ആയിട്ടുണ്ട് സീത. താങ്ക് യു സോ മച്ച്. അല്ല, നീ ഇത്രയും വെറൈറ്റി ഉണ്ടാക്കി എനിക്ക് സർപ്രൈസ് ആയിട്ട് അയച്ചല്ലോ. അപ്പൊ ഞാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേ? റാം പുറത്തേക്ക് വരണമെന്നോ? എന്തു പറ്റി റാം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ഈസ് എവറിത്തിങ് ഓക്കെ? എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ വിളിക്കുന്നത്. വേഗം വാ. എന്താ നീ കുട്ടികളി കളിക്കുകയാണോ? എവിടെയാ നീ ഉള്ളേ? നീ വാ, ഞാൻ പറയാം. See you soon. Bye. ഹായ്. ഹായ്. എന്താ റാം ഈ നേരത്ത്? ലഞ്ച് ബോക്സ് എന്റെ കയ്യിലായിരുന്നു, അത് തരാൻ വേണ്ടി വന്ന. തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ, നാളെ തന്നാ മതിയായിരുന്നല്ലോ. അഥവാ ഞാനത് നാളെ തിരിച്ചു തരാൻ മറന്നുപോയാലോ? എന്നിട്ട് അന്നത്തെ പോലെ ദേഷ്യം പിടിച്ച് നീ എന്നോട് സംസാരിക്കാതെ പിണങ്ങി മാറിയിരുന്നാലോ? റാം എന്തൊക്കെയാ നീ പറയുന്നേ? ജോക്സ് അപ്പാർട്ട്, ഫുഡ് വാസ് എക്സ്ട്രീംലി ഗുഡ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഗ്രേറ്റ് ഷെഫ്. നിനക്ക് ഇഷ്ടമായല്ലോ, അത് കേട്ടാ മതി. ഇഷ്ടമായോന്നോ? സീത, നീ കൊടുത്തുവിട്ടത് ഭക്ഷണമാ. സോ മച്ച് ഓഫ് ലവ്. തിരിച്ച് ഞാൻ നിനക്ക് എന്തെങ്കിലും തരണമല്ലോ. എന്താ അത്? ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. കം, വാ. റാം എന്താ ഇതൊക്കെ? എ സ്പെഷ്യൽ സർപ്രൈസ് ഫോർ എ സ്പെഷ്യൽ പേഴ്സൺ. കോഫി ഡേറ്റ് വിത്ത് റാം ആൻഡ് സീത. ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് കോഫി കുടിക്കുന്നത് എന്ത് രസമായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? കോഫി റെഡി. വാ വാ. കംഫർട്ടബിൾ? ആക്ച്വലി ഇത് നമ്മുടെ തോട്ടത്തിലെ കോഫിയാ. ഞാനിന്ന് സ്പെഷ്യലായി ഉണ്ടാക്കി കൊണ്ടുവന്നാ. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. വൺ സെക്കൻഡ്. കൊള്ളാലോ. ഇത് ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കോഫി കുടിക്കുന്നത്. ശരിക്കും കൊള്ളാട്ടോ. വീട്ടിലിരുന്ന് സമാധാനമായിട്ട് കോഫി കുടിക്കാന്ന് വിചാരിക്കും, പക്ഷെ ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബിസി ആയി പോവും. സി എന്തെങ്കിലും വന്ന് ചോദ്യം ചോദിക്കും, സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ നോക്കാനുണ്ടാവും. ഞാൻ അവളെ വഴക്ക് പറയും, പിന്നെ അവളെ സമാധാനിപ്പിക്കേണ്ടി വരും. അപ്പോഴേക്കും കോഫി കുടിക്കാനുള്ള ആഗ്രഹമൊക്കെ പോയിട്ടുണ്ടാവും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കോഫി കുടിക്കാന്ന് വെച്ചാലോ, ഒരു കോഫി കുടിച്ച പോലെ ഒന്നും തോന്നൂലെന്നേ. സിയെ നോക്കാതിരുന്ന പിന്നെ ഒരു രസമില്ലെന്നേ. വിചിത്രമാണല്ലേ? സത്യ. ഈ അമ്മമാർക്ക്, എസ്പെഷ്യലി ഓഫീസിലും വീട്ടിലും ഒക്കെ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് കിട്ടില്ല. ഇനിയിപ്പോ അവർ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ അത്ര ടയർഡായിട്ടാ വരുന്നേ. അവര് വന്നിട്ട് വേണം വീടൊക്കെ മാനേജ് ചെയ്യാൻ. പക്ഷെ തനിക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്താണെന്ന് പറ. എന്താന്ന് വെച്ചാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. നീ പറഞ്ഞാ മതി, ഞാൻ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആണോ? ഇത്രയും നല്ല കോഫി കിട്ടുമെങ്കിൽ ആരെങ്കിലും വേണ്ടെന്ന് പറയോ? അതുപോലെ സിഹിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ്, എനി സൈൻ? എന്ന് വെച്ചാ ഈ ശ്രീരാമൻ ഇപ്പോ അഗ്നി പരീക്ഷ. സോ ഇതിന്ന് എങ്ങനെയൊന്ന് പാസ്സാവുക? പാസ്സായ രണ്ടാളും പാസ്, ഫെയിലായ രണ്ടാളും ഫെയിൽ. ആക്ച്വലി സിഹി വളരെ ചെറിയ കുട്ടിയാ. അവൾക്ക് സ്ട്രെസ് കൊടുക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നോക്കാം, അവള് സമ്മതിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ശരി, നീ പോയിക്കോ.
സിഹി എങ്ങാനും എഴുന്നേറ്റ് ബൈ ചാൻസ് നീ എടുത്തില്ലെന്ന് മനസ്സിലാക്കിയ അവൾ വെറുതെ അവിടെ കിടന്ന് പേടിക്കും. താങ്ക് യു സോ മച്ച് റാം, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനൊരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നതിന്. എന്റെ ലൈഫിൽ സിഹി ഒഴിച്ച് ഇങ്ങനെയുള്ള സ്പെഷ്യൽ മൊമെന്റ്സ് ആരും എനിക്ക് തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല റാം. ഇത്തരം സ്പെഷ്യൽ മൊമെന്റ്സ് നമ്മൾ ലൈഫ് ലോങ് എൻജോയ് ചെയ്യണം സീത. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. യു ഡിസർവ് ഓൾ ദ ഹാപ്പിനെസ്. ശരി, ഞാൻ ചെല്ലട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീത, അയ്യോ എന്തിനാ മോളെ ഞെട്ടുന്നേ? ഇത് ഞാനാ. ആന്റി, എന്തെങ്കിലും വേണമായിരുന്നോ? കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടോ? ആ, സീത, ഞാൻ വന്നപ്പോ തൊട്ട് അമ്മ നിന്നെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. പ്രിയയും അതെ. ഫോൺ ചെയ്യുമ്പോഴൊക്കെ നിന്നെ പറ്റിയോ സിയെ പറ്റിയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ നീ കല്യാണം കഴിക്കാൻ പോവാന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. സിഹി ചെറിയ കുട്ടിയാ, പതിയെ പതിയെ മനസ്സിലാക്കിക്കോളൂ. നീ ഇപ്പൊ എടുത്ത തീരുമാനം വളരെ ശരിയാ. നമുക്ക് നോക്കാം. നോക്കാം ആന്റി. അവന്റെ വീട്ടിലാർക്കും ഇപ്പൊ ഒന്നും അറിയില്ല. എന്താകൂ എന്തോ. ആ രാമൻ എന്താണോ വിധിച്ചത് അങ്ങനെ ആവട്ടെ. ആ രാമൻ എല്ലാവർക്കും നല്ലതേ ചെയ്യൂ. മോള് വിഷമിക്കണ്ട. ഞാൻ എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് വന്നതാ. നിന്റെ കല്യാണം കൂടിയിട്ടേ പോവൂ.